ഹലോ, ഇന്ന് നമുക്ക് കുട്ടികളുടെ പ്രിയപ്പെട്ട ചോക്കോബാർ ഐസ്ക്രീം വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഞാൻ ഇന്ന് ഈ തയ്യാറാക്കുന്ന ഐസ്ക്രീമിന് നമ്മൾ വേറെ കസ്റ്റാർഡ് പൗഡറോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ആർക്കും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഇതുവരെ നിങ്ങൾ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ നല്ല കുട്ടികളുടെ പ്രിയപ്പെട്ട ഈ ചോക്കോബാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ചോക്കോബാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ 1/2 ലിറ്റർ പാൽ കൂടാതെ ഒരല്പം ഒരു 1/4 കപ്പോളം പാൽ വേറെയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര കൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാകും കേട്ടോ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറവാണെങ്കിൽ കുറച്ചാലും മതി. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഒരല്പം വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 70% കൊക്കോ ഉള്ള ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്രയ്ക്കും ആ ഒരു ഡാർക്കായിട്ടുള്ളത് വേണ്ടാന്നുണ്ടെങ്കിൽ സെമി സ്വീറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ ആണെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. അതുപോലെ ഈ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയും ഈ മാറ്റി വെച്ചിട്ടുള്ള പാലും കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയും വേണം. ഈ എടുത്തു വെച്ചിട്ടുള്ള പാലിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കട്ടയില്ലാതെ കഴിയുമെങ്കിലും മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അല്പം കട്ടയൊക്കെ വന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഇത് ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം. അതുകൊണ്ട് കുറച്ച് കട്ടയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് മിക്സ് ചെയ്യുമ്പോൾ കട്ടയില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ ഇതിനു മുമ്പ് ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിലും അത് റെഫർ ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തതായിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ പാലിപ്പോൾ ഇവിടെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്കായി എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അല്പം കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഞാൻ ഇന്ന് പക്ഷേ ഇവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ പാലിപ്പോൾ ഇവിടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഗോതമ്പ് പൊടിയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരം ഇനി നന്നായിട്ട് ഇളക്കി നല്ല കട്ടിയാകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ നോക്കിയാൽ കാണാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു അല്പസമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പം നോക്കിയാൽ കാണാം ഇതിൽ ചെറിയ ചെറിയ ചില കട്ടകളൊക്കെ പോലെ ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കട്ടയൊക്കെ അങ്ങ് മാറി കിട്ടിക്കോളും. ഇതിപ്പോൾ നന്നായിട്ട് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിന് ചൂട് കുറച്ചൊന്ന് പോയതിന് ശേഷം ഒരു മിക്സിയിലോ അല്ലെ ഒരു ബ്ലെൻഡറിലോ എവിടെയാണെന്ന് നിങ്ങളുടെ കയ്യിലുള്ളതിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് പോകുന്നതിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അതിനു മുമ്പ് ഇതിലേക്ക് ഒരല്പം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1-1.5 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ച് വെക്കണം. ഈ ചൂട് കുറച്ചൊന്ന് പോയതിന് ശേഷം നമുക്കെന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചൂട് അല്പം ഒന്ന് പോയതിന് ശേഷം ഞാനതിപ്പോൾ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് ഒരു 10-30 സെക്കൻഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഒരു 10-30 സെക്കൻഡോളം ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെയും മറ്റൊരു കണ്ടെയ്നറിലേക്കൊന്ന് മാറ്റാം. ഇപ്പോൾ ഞാനിത് മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 1-2 മണിക്കൂർ ഒന്ന് ഇത് സെറ്റ് ചെയ്തെടുക്കണം ഫ്രീസറിൽ വെച്ച്. ഒരുവിധം ഇതൊന്ന് സെറ്റായി കിട്ടിയാൽ മതി. അതിനുശേഷം ഒരിക്കൽ കൂടി ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം.
അപ്പോൾ നമുക്കൊരു 2 മണിക്കൂറത്തേക്ക് ഇതൊന്ന് ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഐസ്ക്രീം ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിട്ട് ഏകദേശം ഫ്രീസറിൽ സെറ്റാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ ആകാറായി. ഈ സമയം നമുക്ക് അതിൻ്റെ പുറത്തുള്ള ആ ഒരു ചോക്ലേറ്റ് കോട്ടിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 150 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ബട്ടറിൻ്റെ കാര്യം കുറച്ച് മുമ്പ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറയാനങ്ങ് വിട്ടുപോയതാണ്. അതുപോലെ ഒരു അല്പം നമ്മുടെ കാഷ്യൂനട്ട് ചെറുതായിട്ടിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി. ഈ കാഷ്യൂനട്ടിന് പകരം വേണമെങ്കിൽ ബദാം ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമുക്കിതിനെ ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മൈക്രോവേവ് ഓവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവിലാണെങ്കിലും മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിൽ വെള്ളം ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ആ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ബൗളൊന്ന് ഇറക്കി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് ചൂടടിക്കുമ്പോൾ പൊട്ടിപ്പോകാത്ത തരത്തിലുള്ളൊരു ബൗൾ വേണം ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇതിനെയും ഒരല്പസമയം ഇങ്ങനെ തന്നെ നമുക്കൊന്ന് വെക്കാം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് ഈ ചോക്ലേറ്റും അതുപോലെ ആ ബട്ടറും ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ അൺസോൾട്ടഡ് ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഡാൽഡയോ ആണെങ്കിലും നിങ്ങൾക്കിതിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒന്ന് ഉരുകി ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉരുക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ബൗള് ഈ സോസ് പാനിൻ്റെ മുകളിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ആ സോസ് പാനിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഐസ്ക്രീം പോപ്സിക്കിളൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ആ മോൾഡ് ഉണ്ടല്ലോ, അതിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനെയും നന്നായിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് ഈ മോൾഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ചോക്ലേറ്റ് ഒന്ന് ആകുന്നത് പോലെ ഒന്ന് നമുക്കൊന്ന് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തൊന്ന് ആക്കിയെടുക്കാം. ഇതിപ്പം ഞാൻ ആ മോൾഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയിട്ടുണ്ട്. എക്സസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കുടഞ്ഞാൽ മതി, അതിങ്ങനെ തിരിച്ചു പോന്നോളും. അതുപോലെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൽ എവിടെയെങ്കിലുമൊക്കെ ആ ചോക്ലേറ്റ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളിടത്ത് ജസ്റ്റ് സ്പൂണ് കൊണ്ട് ഒരല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഈ കപ്പുകൾക്കകത്തുകൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ആ മോൾഡുകളിലെല്ലാം ആ ചോക്ലേറ്റിൻ്റെ ഇതൊന്ന് ഫില്ല് ചെയ്തല്ല, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കാം. പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അത് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഐസ്ക്രീം ഒരിക്കൽ കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറോളമായി. ഇത് കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് ഒരു 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ ഐസ്ക്രീം ഇത് സെറ്റായി വരുമ്പോൾ നല്ല ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ആ മോൾഡ് പുറത്തെടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം നമ്മുടെ ആ ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ആ ഐസ്ക്രീമിൻ്റെ മിക്സ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മോൾഡിലെല്ലാം ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ആ ഐസ്ക്രീമിൻ്റെ മിക്സ് ഈ മോൾഡിലേക്കെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇതുപോലെയുള്ള ഇതിൻ്റെ ഈ കവർ കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കവറല്ല, നിങ്ങൾ നമ്മളുടെ ഐസ്ക്രീമിൻ്റെ ആ സ്റ്റിക്കാണ് വെക്കുന്നതെങ്കിൽ അതിന് മുമ്പ് ഇതുപോലെ ഒരു ചെറിയ ഫോയിൽ പേപ്പർ കൊണ്ട് ഈ മോൾഡൊന്ന് നന്നായിട്ട് കവർ ചെയ്യണം കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വെക്കുമ്പോൾ ഇത് ക്രിസ്റ്റലൈസ് ആയിട്ട് ഇങ്ങനെ മുകളിൽ ഐസ് പോലെ ആകാതിരിക്കാനാണ്. അതിനുശേഷം ഇതിലേക്ക് ആ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇവിടെ ഞാൻ ചെറുതായിട്ട് ഒരു കത്തി കൊണ്ട് ചെറുതായിട്ടൊരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടി ആ ഐസ്ക്രീം സ്റ്റിക്ക് ഇറക്കി വെച്ചാൽ മതി. അങ്ങനെ വേണം നിങ്ങൾ ഫ്രീസറിൽ വെക്കാൻ കേട്ടോ. ഞാനിപ്പോൾ പക്ഷേ ഇതുപോലെയല്ല, എനിക്കിതിൻ്റെ ആ കവേർഡായിട്ടുള്ള സ്റ്റിക്കുകളാണുള്ളത്. ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്.
ഇതിപ്പോൾ ഞാൻ അതെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചതിന് ശേഷം വേണം പുറത്തെടുക്കാൻ. ഒരു ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് സെറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കൊരു 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഇതൊന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം പുറത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ചോക്കോബാർ സെറ്റാകാൻ വേണ്ടി ഫ്രീസറിൽ വെച്ചിട്ടൊരു 8 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ മോൾഡിൽ നിന്നൊന്ന് പുറത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പിൽ ഒരല്പം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഒരു ചെറു ചൂടുള്ള വെള്ളമാണ്. ഇതിലേക്ക് നമുക്കിതൊരു അല്പസമയം ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് ഇതുപോലെ ഒന്ന് പിടിക്കാം. അതിനുശേഷം ഇപ്പം ഞാൻ ആ വെള്ളത്തിൽ നിന്ന് ഇത് പുറത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചോക്കോബാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ആ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ ഇതുപോലെ കവേർഡ് ആയിട്ടുള്ള ഇതല്ല, മറ്റേ ചോക്കോ സ്റ്റിക്സ് വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് സെറ്റായി പുറത്തെടുത്തതിന് ശേഷം ഇവിടെയും കൂടെ ഒരല്പം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തൊന്ന് തേച്ച് കൊടുക്കണം. അതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഇവിടെ കവർ ചെയ്തിരുന്നോളൂ. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ചോക്കോബാർ പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഉള്ളിൽ ഓൾറെഡി കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പുറത്തും കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പ് പൊടി കൊണ്ടുള്ളതായതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.